അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറളില്ലാഹി. അമ്മാ ബഅദ്. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വാലിഹായ സൽക്കർമ്മമാക്കി അല്ലാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ സദുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളെ, മുഹറം മാസം വളരെ ശ്രേഷ്ഠതയുള്ള മാസമാണ്. അല്ലാഹു ലോക കലണ്ടറിനെ തുടങ്ങിയത് തന്നെ ഈ മുഹറം കൊണ്ടാണ്. മുഹറമിനെ ഷിയാക്കൾ ഒരു കരിദിനമായി കാണുന്നത് പോലെ ചില ആളുകൾ ഈ മാസത്തെ ശകുനമായി കാണുന്നുണ്ട്. തീർത്തും അത് വിവരക്കേടാണ്. മുസ്ലിം ഉമ്മത്തിന് ധാരാളം നേട്ടങ്ങളുണ്ടായിട്ടുള്ള മുഹറം ദുഃഖപൂരിതമായ ഒരു സംഭവത്തെ ഓർക്കാൻ വകവെക്കുന്നത് കർബലയാണ്. കർബലയിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു യസീദിൻ്റെ പട്ടാളക്കാരോട് ധീരമായി പടപൊരുതി ഷഹീദായ സംഭവത്തെ പ്രവാചകർക്ക് നേരത്തെ വഹിയായിട്ട് അറിയിച്ചിട്ടുണ്ട്. ആ അറിവോടുകൂടെ തന്നെയായിരുന്നു പ്രവാചകർ പറഞ്ഞത്, അഫ്ളലു സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം. റമളാനിന് ശേഷം നോമ്പ് നോക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാസം എന്നുള്ളത് അത് അള്ളാഹുവിൻ്റെ മാസമായ മുഹറം മാസം എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ലോക ചരിത്രത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരു മാസമാണ് മുഹറം മാസം എന്നുള്ളത്. ധാരാളം ഹദീസുകളെ കൊണ്ടും ഫിഖ്ഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെയായിട്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവമാണ് മുഹറം 10ൻ്റെ സംഭവങ്ങൾ. ഒരുപാട് പ്രത്യേകതകൾ മുഹറം 10 പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ ആദം നബി അലൈഹിസ്സലാം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ജീവിതത്തിൽ നിന്ന് ഈ ദിവസത്തെ മാറ്റി നിർത്താൻ കഴിയില്ല എന്ന് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നു. മഹാനായ ആദം നബി അലൈഹിസ്സലാം വിലക്കപ്പെട്ട പഴം കഴിച്ചിട്ട് തൗബ ചെയ്ത സമയത്ത് തൗബ സ്വീകരിച്ചതും ആദം നബിക്ക് സഫിയ എന്ന പദവി നൽകിയതും ഈ മുഹറം 10നാണ്. ഇദ്രീസ് നബി അലൈഹിസ്സലാമിന് മക്കാനൻ അലിയ ഉന്നതമായ സ്ഥാനം കൊടുത്തു എന്ന് അള്ളാഹു പറഞ്ഞ് മഹാനവറുകളെ ആകാശത്തിലേക്ക് ഉയർത്തിയതും മുഹറം 10നാണ്. നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കപ്പൽ നങ്കൂരമിടാനും നൂഹ് നബിയെ വലിയ നിയോഗങ്ങൾ കൊണ്ട് രക്ഷപ്പെടുത്താനും തീരുമാനിച്ച ദിവസവും മുഹറം 10നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദിൻ്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ടതും മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയതും യൂസുഫ് നബിക്ക് ജയിൽ മോചനം ലഭിച്ചതും യാക്കൂബ് നബിക്ക് കാഴ്ച ശക്തി കിട്ടിയതും അയ്യൂബ് നബിയുടെ 18 വർഷത്തെ മാറാരോഗം അള്ളാഹു മാറ്റിക്കൊടുത്തതും യൂനുസ് നബിക്ക് മത്സ്യവയറ്റിൽ നിന്ന് പുറത്തു വരാൻ അവസരം ലഭിച്ചതും ഇസ്രായേലി സമൂഹത്തെ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടാൻ കടൽ പിളർത്തിക്കൊണ്ട് കരക്കപ്പുറത്തേക്ക് കടത്തിയതും ഫറോവയെ മുക്കിക്കൊന്നതും സുലൈമാൻ നബിക്ക് അധികാരം തിരിച്ചു കിട്ടിയതും എന്തിനേറെ കഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളും അങ്ങേക്ക് പുറത്തു തന്നു എന്ന് മുത്തുനബിയെ അറിയിച്ചു കൊടുത്തതും ആദ്യത്തെ മഴ ഭൂമിയിൽ പെയ്തിറങ്ങിയതും ഈ മുഹറം 10നാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ചതും മഹാനായ ഈസാ നബി ആകാശത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോയതും ഏറ്റവും അവസാനം പറയേണ്ടി വന്നാൽ ലോകം അവസാനിക്കുന്നതും മുഹറം 10നാണെന്ന് പ്രവാചകർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മുഹറം 10നും തീർന്നില്ല. ആദ്യത്തെ ഖിബലയായി ബൈത്തുൽ മുഖദ്ദസിനെ നിശ്ചയിക്കപ്പെട്ടത് മുഹറം 16നാണ്. അബ്രഹത്തിൻ്റെ ആനപ്പടയെ അബാബീൽ എന്ന പക്ഷിയെ കൊണ്ട് തുരത്തിയോടിച്ചത് മുഹറം 17നാണ്. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഈ മുഹറം മാസത്തിലുണ്ടായിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ അർശനെ സൃഷ്ടിച്ചത് ഈ മുഹറം 10നാണ്. പലരും നല്ല കാര്യങ്ങൾ തുടങ്ങാനും വീട്ടിൽ കൂടാനുമൊക്കെ മുഹറം 11 കഴിയട്ടെ എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അവർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പലതും സൃഷ്ടിച്ചതും പല അത്ഭുതങ്ങൾ നടന്നതും ഈ മുഹറം മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മുഹറം മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. മുഹറം 10 നോമ്പ് നോക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അമലാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, വബദ അൽ മുസ്ലിമൂന ഫി ഇത്തിബാഇ ഹാദിഹി സുന്നത്തി മുൻദു ഖുദൂമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മദീന. അള്ളാഹിൻ്റെ റസൂല് മദീനയിലേക്ക് വന്നത് മുതലാണ് മുസ്ലിമീങ്ങളൊക്കെ മുഹറം 10 നോമ്പ് നോൽക്കാൻ തുടങ്ങിയത്. എന്താ കാരണം? ഹീനഹ റഅൽ യഹൂദ യസൂമൂന യൗമ ആശുറ. മുഹറം 10ൻ്റെ ദിവസം യഹൂദികൾ നോമ്പ് നോൽക്കുന്നതായി കണ്ടപ്പോൾ വബിസുആലിഹി അനി സബബ്, എന്താണ് കാരണമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ചോദിച്ചു.
അപ്പോൾ അവർ പറഞ്ഞു, അബ്ലഊഹു അന്നഹു യൗമുൻ സാലിഹുൻ, അതൊരു നല്ല ദിവസമാണ്. നജല്ലാഹു ഫീഹി ബനി ഇസ്രായീല മിൻ അദുവ്വിഹിം ഫസാമഹു മൂസ അലൈഹിസ്സലാം. ബനു ഇസ്രായേലുകളെ അവരുടെ ശത്രുവായ ഫറോവയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ഈ ഒരു ദിവസമാണ്. ആ ഒരു ദിവസത്തിൻ്റെ കാരണമായിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അന്നേത്തെ ദിവസം നോമ്പ് നോറ്റിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ദിവസം നോമ്പ് നോൽക്കുന്നത് എന്ന് യഹൂദികൾ പറഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന അഹഖു ബി മൂസാ മിൻകും, നിങ്ങളെക്കാൾ മൂസാ നബിയോടെ ഏറ്റവും അർഹനായവന് ഏറ്റവും ബാധ്യതയുള്ളത് ഞാനാണ്. അതുകൊണ്ട് ഇന്നു മുതൽ ഞാനും നോമ്പ് നോൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അന്നു മുതലാണ് മുഹറം 10 സ്വഹാബിമാരും മറ്റുള്ള താബികളൊക്കെ നോമ്പ് നോൽക്കാൻ തുടങ്ങിയത്. മുഹറം 10 നോമ്പ് നോറ്റാൽ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്, വസിയാമു യൗമി ആശൂറ, മുഹറം 10 നോമ്പാകുന്നത് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനത്തല്ലത്തി ഖബലഹു, മുമ്പുള്ള ഒരു വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്നാണ്. മുഹറം 9-നും 11-നും നോമ്പെടുക്കൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ്. കാരണം അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, സൂമോ യൗമ ആശൂറ, നിങ്ങൾ മുഹറം 10 നോമ്പ് നോൽക്കണം. മാത്രവുമല്ല വഖാലഫുൽ യഹൂദ്, നിങ്ങൾ യഹൂദികളോട് എതിരാകണം. അതെങ്ങനെയാ യഹൂദികളോട് എതിരാവുക? സൂമോ യൗമന ഖബലഹു ഔ യൗമന ബഅദഹു, നിങ്ങൾ മുഹറം 9-നോ അല്ലെങ്കിൽ മുഹറം 11-നോ അവരോട് എതിരായിക്കൊണ്ട് നിങ്ങൾ നോമ്പ് നോൽക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. മുഹറം 10 രാവിലും പകലിലും പെട്ടെന്ന് ഇജാബത്ത് കിട്ടുന്ന സമയമാണ്. മുഹറം 10 രാവ് ഹയാത്താക്കിയ മഹാനാണ് യാക്കൂബ് നബി അലൈഹിസ്സലാമും സയ്യിദുന യൂസുഫ് നബി അലൈഹിസ്സലാമും. മഹാനായ യൂസുഫ് നബിയുടെ കൊട്ടാരത്തിലേക്ക് ബാപ്പയായ യാക്കൂബ് നബിയും ഭാര്യയും വന്ന് സന്തോഷം പങ്കിടുന്ന രാത്രി മുഹറം 10 രാത്രിയായിരുന്നു. അന്നത്തെ രാത്രി നേരത്തെ എഴുന്നേറ്റുകൊണ്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. ഉപ്പയുടെ ദുആ കേട്ട് മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം വന്നുകൊണ്ട് ആമീൻ പറയുകയും ഇത് കേട്ട മറ്റു മക്കളും വന്ന് ബാപ്പയുടെ ദുആക്ക് ആമീൻ പറഞ്ഞു എന്നാണ്. ഇതൊക്കെ നടന്നത് മുഹറം 10 രാവിലായിരുന്നു. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു തരുന്നുണ്ട്, മുഹറം 10 രാത്രി ഹയാത്താക്കൽ വളരെ ശ്രേഷ്ഠതയുള്ളതാണെന്നും ദുആക്ക് പെട്ടെന്ന് തന്നെ ഇജാബത്ത് കിട്ടുന്നതുമാണ്. മുഹറം 10 പകലിലാണ് യൂനുസ് നബി അലൈഹിസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പറയുന്ന ദുആ കൊണ്ട്, ആ ദിക്ർ കൊണ്ട് രക്ഷപ്പെട്ടത്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീക്കുണ്ടാരത്തിൽ നിന്ന് ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലി രക്ഷപ്പെട്ടതും ഈ മുഹറം 10-നാണ്. അതുകൊണ്ട് തന്നെ മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്, ഈ 2 ദിക്റുകളും മുഹറം 10 ദിവസം അധികരിപ്പിക്കൽ വളരെ കൂലിയുള്ളതാണ്. അതുപോലെ നമ്മൾ ഈ ഒരു മാസത്തിൽ കൂടുതൽ സദഖകൾ ചെയ്യുകയും കുടുംബബന്ധം ചേർക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹറം അനുകൂലമാക്കി ഈ മുഹറത്തിൻ്റെ എല്ലാ പവിത്രതയും അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ വസിയത്തോടുകൂടെ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.